മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ. അപ്പൊ ഇത് നമ്മളൊരു ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കണേ. അപ്പൊ ആമിക്കുട്ടിയാണ് നമുക്ക് ഇന്ന് ബർഗർ ഉണ്ടാക്കി തരണത് അല്ലെ അമ്മി? ആ, അമ്മക്ക് ഇഷ്ടല്ലേ ബർഗർ? അമ്മക്ക് ഇഷ്ടമാണ് ബർഗർ. അതെ അല്ലേ, ഓക്കെ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കണ മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. അപ്പൊ നമുക്ക് എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ആമിക്കുട്ടിയാണ് നമ്മുടെ ബർഗർ നമുക്ക് ഉണ്ടാക്കി തരണത്. തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, എന്തൊക്കെ ഐറ്റം നമുക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. ബർഗറിന് നമ്മളിപ്പോ 2 ബർഗറിന്റെ ബണ്ണ് എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആണോ? അതിന്റെ സ്മെല്ലുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ 2 ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ, പിന്നെ കുറച്ച് ഓണിയൻ, പിന്നെന്താണ് ഓംലേറ്റ്, സോസേജ്. നമ്മൾ 2 ടൈപ്പ് ബർഗർ ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ. ഒന്ന് ഉള്ളിൽ ഓംലേറ്റ് വെച്ചിട്ടും പിന്നെ ഒന്ന് ഉള്ളിൽ സോസേജ് വെച്ചിട്ടുമാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കണത്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസും ഇത് നമ്മുടെ വെജ് മയോണൈസ് ആണ്. ഇത് വെജ് മയോണൈസ് ആണ്. ഓക്കെ, ഓക്കെ. ആമിക്കുട്ടിക്ക് ക്രീം എന്ന് പറഞ്ഞിട്ടാണ് ശീലം അല്ലേ? അമ്മ മയോണൈസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഏത് ബണ്ണ് എടുക്കണ്ടേ? ഓക്കെ, എന്നാ അത് എടുത്തോളൂ. അമ്മ ഇത് മാറ്റിത്തരാം. എന്നിട്ട് ഇത് അല്ല, ഈ ബണ്ണ് ഇതിൽ വെച്ചിട്ട് ഫസ്റ്റ് ഈ ബണ്ണിലല്ലേ വെക്കണ്ടേ? ഫസ്റ്റ് എന്താ ചെയ്യാ? ഫസ്റ്റ് എന്താ ഇത് തേക്കണ്ടേ? ക്രീം അല്ല, സോസ് തേച്ചാൽ മതി. ആമി തന്നോ? സ്പൂൺ കൊണ്ട് കുറച്ച് എന്നിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാം. ഇനി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും. ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് കുറച്ച് വേണോ? ഓക്കെ, ഇനി അടുത്ത എന്താ? ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? എന്താ വെജിറ്റബിൾ ആക്കിയ ഫസ്റ്റ്? ഓക്കെ, നോണി വെച്ചോ. ചെറുത് വെച്ചു, ഇത് സ്പേസ് ചെയ്തല്ലോ. ശരി, വെച്ചു. ഓക്കെ, ഓക്കെ വെച്ചോ. ചെറിയ തക്കാളി വെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. അല്ല, ഇനി നമുക്ക് മയോണൈസ് വെക്കണ്ടേ? സാരമില്ല. ഇനി എല്ലാവരും സ്പ്രെഡ് ആക്കുക. എല്ലാവരും തേക്ക്. ഈ സ്പൂൺ വെച്ചു. ഇഷ്ടമാണോ? ഇത് ആമിയാണ് ഉണ്ടാക്കേണ്ടത്, അമ്മയല്ല. സ്പ്രെഡ് ചെയ്യാൻ അറിയില്ലേ? ഓക്കെ, എല്ലാവരും മതി. ഇനി നമുക്ക് ലാസ്റ്റ് കഴിക്കാം. ഓംലേറ്റ് ആണോ? ഓംലേറ്റ് ആദ്യം ഓംലേറ്റ് ഉണ്ടാക്കിക്കോ. ഏതാണ് ഓംലേറ്റ് വേണോ സോസേജ് വേണോ? ഓംലേറ്റാ? ഓക്കെ,
അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ആണിത്. ആ ഓക്കെ, മുട്ടയുടെ ഉണ്ണി. ഇത് കട്ട് ചെയ്യണോ? ആ കട്ട് ചെയ്യണ്ട, ഇത് കുറച്ച് വലുതാണോ? ഓക്കെ, ഒന്ന് ചെയ്തോ. നമ്മൾ കട്ട് ചെയ്ത് തരാം. ഇനി എന്താ വേണ്ടേ? അല്ല, സോസേജ് വേറെ ബർഗർ, ആ ബർഗർ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിന് നമ്മൾ എന്താ വെക്കണ്ടേ? അല്ല, ഇനി നമുക്ക് ടൊമാറ്റോ ഓണിയൻ വെക്കണ്ടേ? അപ്പോൾ ടൊമാറ്റോ എടുത്തോ. ഒരു ടൊമാറ്റോ മതി, സ്പേസ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഒരു ടൊമാറ്റോ, ഒരു ഓണിയൻ. ഓക്കെ, ഒരു ടൊമാറ്റോ, ഒരു ഓണിയൻ വെച്ചു. ഇനി മയോണൈസ് കുറച്ച് വെച്ചു. ആ ഓക്കെ, ഇനി നമുക്കത് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യും. അത് സോസ് ഈ സ്പൂൺ. നമ്മൾ ചെയ്തു തരാം. കഴിക്കാൻ തോന്നുന്നു, അതല്ലേ നമ്മൾ ഉണ്ടാക്കണേ. ഉണ്ടാക്കിയിട്ട് ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അമ്മയാണ് ഇതൊക്കെ ചെയ്യാൻ. പൊട്ടറ്റോ കട്ട് ചെയ്യണം. അമ്മ കട്ട് ചെയ്ത് തരാം. ഇല്ല, അമ്മ കട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലിനി എന്താ തേക്കണ്ടേ? ക്രീം തേക്കണ്ട, ഇനി കുറച്ച് സോസ് തേച്ചാൽ മതി. എല്ലായിടത്തും. ഓക്കെ, ഇനി സ്പൂൺ വെച്ചിട്ട്, കൈ കൊണ്ടല്ല സ്പൂൺ വെച്ചിട്ട്. കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ നമ്മൾ ബർഗറിന്റെ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പൊ ആമിക്കുട്ടി ഉണ്ടാക്കിയ ബർഗറാണിത്. അല്ല, അപ്പൊ ഇത് ടേസ്റ്റ് ഇപ്പൊ നോക്കുന്നുണ്ടോ അതോ അതുകൂടി ഉണ്ടാക്കിയിട്ടാണോ ടേസ്റ്റ് നോക്കണേ? ഇതുകൂടി ഉണ്ടാക്കിയിട്ടാണോ അതിപ്പോ ടേസ്റ്റ് നോക്കുന്നുണ്ടോ? നോക്കണില്ല. ഓക്കെ, ഇത് നമുക്കെന്നാ ഇത് ഇങ്ങോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് അങ്ങനെ നമ്മൾ ഓംലേറ്റ് വെച്ച ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബർഗർ സോസേജ് വെച്ചിട്ടുള്ള ബർഗറാണ് അല്ലേ? ഓക്കെ, ഇതിലെങ്ങനെയാ ഇനി ഫസ്റ്റ് ഇതിലെന്താ ചെയ്യണ്ടേ? സോസ് ഇങ്ങനെ എല്ലായിടത്തും ഞാൻ ചെയ്യും. അപ്പം സ്പ്രെഡ് ചെയ്യാൻ എളുപ്പം. കുറച്ച് സോസ് മതി. എൻ്റെ സോസൊക്കെയോ കുറേ ചെയ്യാനല്ല. അങ്ങനെ കുറച്ച് സോസ് നമ്മൾ ഇതിൽ തേച്ച് വെക്കാം. ഇതിൽ കുറെ സോസ് ആയി പോയിട്ടാ. അപ്പൊ കുറച്ച് സോസ് നമുക്കെന്നാ ഈ ബണ്ണിലേക്ക് തേച്ച് വെക്കാം. ഓക്കെ, ഇതാവുമ്പോ പിന്നെ സ്പ്രെഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഇനി എന്താ നെക്സ്റ്റ് എന്താ? ക്രീമാ. ഇതൊക്കെ വെക്കണ്ടേ? ഒണിയനൊക്കെ വെക്കണ്ടേ? വെച്ചോളൂ. ഇതിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തക്കാളി. ടൊമാറ്റോ ഒരെണ്ണം വെച്ചാൽ മതി, അല്ലെങ്കിൽ സ്പേസ് കിട്ടില്ല. സെന്ററിലാക്കി ഒരെണ്ണം വെക്കും. ഓക്കെ, എന്നാ ചോദിക്കേ. എന്താ ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, ഇനി എന്താ അടുത്ത് വെക്കണ്ടേ? അല്ല, നമുക്ക് ക്രീം തേക്കണ്ടേ? ഓക്കെ, ക്രീം തേച്ചു. ഇനി ഇത് സ്പ്രെഡ് ചെയ്യും. അല്ല, അമ്മ സ്പ്രെഡ് ചെയ്ത് തരാം.
അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ബർഗറിൽ ആദ്യം എന്താ ചെയ്തേ? ബണ്ണെടുത്തു, സോസ് തേച്ചു, വെജിറ്റബിൾസ് വെച്ചു, ക്രീം തേച്ചു, സോസ് ഒക്കെ വേണ്ട, നമുക്ക് ആ ബണ്ണിൽ നിന്ന് തേക്കാം. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? സോസേജ്. അപ്പോൾ നമ്മൾ ഈ ബർഗറിന് അപ്പോൾ നമ്മൾ ഈ ബർഗറിനകത്ത് സോസേജ് ആണ് വയ്ക്കാൻ പോണേ. സോസേജ് കാണിച്ചു കൊടുക്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ സോസേജ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ക്രീം തേക്കണോ? ഇതിന് മുകളിൽ തേക്കണോ? ഓക്കെ, അപ്പോൾ കുറച്ച് ക്രീം നമുക്ക് സോസേജിൻ്റെ മുകളിൽ തേക്കാം. കുറച്ച് മതി. ആ ഓക്കെ മതി കുഞ്ഞാ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഇത് സ്പ്രെഡ് ചെയ്യണ്ടേ? എന്താണ് ഉറങ്ങാൻ പോവാ? അപ്പൊ ഇത് ഉണ്ടാക്കണ്ട. ഇത് രണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് ആമി പറയണ ഏതാ നല്ലതെന്ന്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് വയ്ക്കണ്ടേ? ഓക്കെ, എടുത്ത് ചെറുത് വെച്ചാൽ മതി, സ്പേസ് ഉണ്ടാകത്തില്ല. ഇരിക്കുന്നുണ്ടോ? ഒരെണ്ണം മതി. ഓക്കെ സെറ്റ്. ഇനി നമുക്കൊരു ടൊമാറ്റോ വെച്ചാലോ? 2 ടൊമാറ്റോ സ്പേസ് ഉണ്ടാകത്തില്ല. ഇത് കണ്ണ അമ്മയ്ക്ക് അതിന് വെള്ളം പോകുന്നുണ്ട്. സാറില്ല, ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ വെള്ളം ഉണ്ടാവില്ലേ? ഇതിൻ്റെ ടൊമാറ്റോ ജ്യൂസ് ഉണ്ടോ? ടൊമാറ്റോ ജ്യൂസാണത്. പുളിയുണ്ട്. എന്നിട്ട് ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇതിൽ വെജിറ്റബിൾസ് വെച്ചിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഇനി അതും കൂടി ചെയ്യാം. കുറച്ച് സോസ് വേണോ അതിനകത്ത്? അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് സോസ് ഓക്കെ ഒഴിച്ചു. ഇനി ഓക്കെ സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ സോസേജ് ബർഗർ നമ്മുടെ സോസേജ് ബർഗർ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ആമിക്കുട്ടി സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 2 ബർഗറും. നമുക്ക് ഇത് രണ്ടും കൂടി ഒറ്റ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിൽ വെച്ചോ. ഇത് രണ്ടും കൂടി ഈ പ്ലേറ്റിൽ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി 2 ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനല്ല ഉണ്ടാക്കിയ, ആമിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ആമിയെ കൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കാം അല്ലേ? ഇത് രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് ആമി എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇതിൽ ഏതാ സൂപ്പർ എന്ന് പറയണം. അപ്പൊ നല്ലത് അമ്മയ്ക്ക് തരണം, ഇഷ്ടപ്പെടാത്തത് ആമി കഴിക്കണം. ഓക്കെ, അങ്ങനെ പറ്റില്ലേ? ഓക്കെ, അപ്പൊ രണ്ടും ആമിക്ക് തന്നെ കൊടുക്കാം. അപ്പൊ 2 ബർഗർ. അപ്പൊ ആമി കഴിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ അവൾക്ക് ചോറ് വേണ്ട, ഇത് മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ലഞ്ച് ആമയുടെ ബർഗറാണ്. ഓക്കെ, അപ്പൊ എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഏതാ ഫസ്റ്റ് എടുക്കണ്ടേ? ഓംലേറ്റിന്റെ ബർഗറാ? ഓക്കെ, ടേസ്റ്റ് നോക്ക്. ടിഷ്യൂ എടുത്തില്ല മസാല. ഏതാ വേണ്ടേ? ഏതാ ഇഷ്ടപ്പെട്ടു? ഇത് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം സോസേജിന്റെ. ഓക്കെ, അങ്ങനെ ആമിക്കുട്ടി ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതും കൂടി ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. ഓക്കെ ആമി, സോസേജും കടിക്കണേ. യമ്മിയാ? ഏതാ ഇഷ്ടമായി? ഓംലേറ്റിന്റെ ആണോ സോസേജിന്റെ ബർഗറാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടപ്പെട്ടു. സൂപ്പർ. കഴിക്കില്ലേ ആമി? അപ്പൊ ആമിക്കുട്ടിക്ക് 2 ബർഗർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ബർഗർ ട്രൈ ചെയ്യാറുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിളാണ്. അപ്പൊ ആമിക്കുട്ടി ഇടയ്ക്ക് ഇത് സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്. സ്കൂളിൽ നോൺ വെജ് പറ്റില്ല. അപ്പൊ ഞാനിതിൽ മുട്ടയും സോസേജ് ഒന്നും വെക്കില്ല, ജസ്റ്റ് വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ആമിക്കുട്ടിക്ക് ഇടയ്ക്ക് സ്കൂളിൽ കൊടുത്തയക്കാറ്.
അപ്പൊ നമ്മളിത് എന്താ പറയാ ജസ്റ്റ് അവളെ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. വീഡിയോന്റെ മുന്നിൽ അവള് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് നമ്മള് ഇങ്ങനെ അവള് എന്താ പറയാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവള് ഫുഡ് ഉണ്ടാക്കണത്. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനി ആമിക്കുട്ടി ലഞ്ചായിട്ട് കഴിക്കല്ലേ. അപ്പൊ ഇതാണ് ആമിക്കുട്ടിയുടെ ഇന്നത്തെ ലഞ്ച്. എല്ലാവർക്കും അപ്പൊ നമുക്ക് വീഡിയോ നിർത്താം അല്ലേ അമ്മി? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. എല്ലാവർക്കും ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും bye.